നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നാളെ നീളെ VSന്റെ ക്യാബിനറ്റ് പദവി സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും തീരുമാനമായില്ല. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകുന്നതിന്റെ സാധ്യതയാരായാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കും. ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കരണ കമ്മീഷൻ പദവി നൽകാൻ ധാരണയായത് ഇക്കഴിഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റിയിൽ. നീണ്ടുപോയ തീരുമാനത്തിൽ പ്രകാശ് കാരാട്ടും കോടിയേരിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ VS സമ്മതം മൂളുകയായിരുന്നു. ഹെൽമറ്റ് ഇല്ലേൽ പെട്രോളില്ല. ഹെൽമറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പെട്രോൾ നൽകില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ആദ്യഘട്ടമായി ആഗസ്റ്റ് 1 മുതൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച് ഇന്ധന കമ്പനികൾക്കും പമ്പുടമകൾക്കും നിർദ്ദേശം നൽകുമെന്നും ടോമിൻ തച്ചങ്കരി. അതേസമയം ഉത്തരവിനെതിരെ വ്യത്യസ്ത നിലപാടുമായി ഗതാഗത മന്ത്രി. തീരുമാനം അപ്രായോഗികമെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് AK ശശീന്ദ്രൻ. മല്യയ്ക്ക് വലവിരിച്ച്. സാമ്പത്തിക തട്ടിപ്പിൽ രാജ്യം വിട്ട വിജയ് മല്യയ്ക്കെതിരെ അന്ത്യശാസനവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രഖ്യാപിത കുറ്റവാളിയായി കണക്കിലാക്കി ജൂലൈ 29 മുമ്പ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുംബൈ പ്രത്യേക കോടതി ഉത്തരവ്. നടപടി ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ നിരവധി നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടും മല്യ സഹകരിക്കാത്ത സാഹചര്യത്തിൽ തെളിവെടുപ്പ് തുടരുമ്പോൾ ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി ഒരാഴ്ച ജോലി ചെയ്തിരുന്ന കാഞ്ചീപുരത്തെ കൊറിയൻ കമ്പനിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം കൃത്യം നടത്തിയ വേളയിൽ ഇയാൾ ധരിച്ചെന്ന് പറയപ്പെടുന്ന മഞ്ഞ ഷർട്ട് കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് ആയില്ല. എന്നാൽ ജിഷയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് തിരിച്ചറിഞ്ഞു. സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയ കറുക്കത്തിയാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഫോറൻസിക് പരിശോധനയിൽ. കേന്ദ്ര മധുരം 3 ഇരട്ടി. കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളത്തിൽ 3 ഇരട്ടി വർധന. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾക്ക് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം. ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലുണ്ടാകുന്നത് 23.55% വർധനവ്. അടിസ്ഥാന ശമ്പളം 23,000 രൂപ. ശമ്പള വർധനവിന് 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം. പരിഷ്കരണമനുസരിച്ച് പെൻഷൻ നിരക്കിൽ 24% വർധന. പ്രയോജനം 50 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 58 ലക്ഷം പെൻഷൻകാർക്കും. ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിവരുന്നത് 1.02 ലക്ഷം കോടി. വിമർശനവും വിഭ്രാന്തിയും. LDF സർക്കാരിന്റെ കൂട്ടസ്ഥലം മാറ്റ ഉത്തരവിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. നിബന്ധനകൾ പാലിക്കാതെയുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് നിയമസഭയിൽ PT തോമസിന്റെ അടിയന്തര പ്രമേയം. സഭ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. അതേസമയം ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം സ്വാഭാവിക നടപടി മാത്രമെന്ന് മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ സർക്കാരിന് പ്രതികാര മനോഭാവമില്ല. PT തോമസിന് സ്ഥലജല വിഭ്രാന്തിയെന്നും പിണറായിയുടെ പരിഹാസം. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.